ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്മാർട്ട് വാച്ചുകൾ മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ സെല് ചെയ്യുന്ന ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഫയർ ബോൾട്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റു വെബ്സൈറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു വാച്ചിൻ്റെ, അതായത് ഫയർ ബോൾട്ട് ക്രുസൈഡർ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ പരസ്യം ഗംഭീരമായിട്ട് കയറി വരുമായിരുന്നു. പ്രത്യേകിച്ച് സ്റ്റോറീസൊക്കെ നോക്കുമ്പോൾ 2-3 സ്റ്റോറി കഴിയുമ്പോൾ വീണ്ടും ഈ ഒരു പരസ്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ ഞാൻ വേറൊരു വെബ്സൈറ്റിൽ നോക്കിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ ഒന്ന് എടുത്തു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 2023 സെപ്റ്റംബർ മാസത്തിലാണ് ഈ ഒരു വാച്ച് ലോഞ്ച് ചെയ്തത്. അന്ന് ഏകദേശം 2500 രൂപയ്ക്കാണ് ലോഞ്ച് പ്രൈസായിട്ടും വന്നത്. ഇപ്പോൾ 1300 രൂപയ്ക്ക് തരാം എന്നുള്ളതാണ് പരസ്യത്തിൽ കാണിക്കുന്നത്. എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ ഈ ഒരു ഫയർ ബോൾട്ടിൻ്റെ ക്രുസൈഡർ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് വാച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ഈ കാണുന്ന പോലെ ചെറിയൊരു ബോക്സിലാണ് ഈ ഒരു വാച്ച് കിട്ടിയത്. ബോക്സിൻ്റെ ഉള്ളിൽ ഓഫ് കോഴ്സ് ഈ ഒരു വാച്ച് ഉണ്ടായിരുന്നു. അത് കൂടാതെ ഇങ്ങനെ ഒരു പിന്നും അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്, അതായത് ചാർജിങ് കേബിൾ. ഇത് ബാക്കിൽ ഇങ്ങനെ മാഗ്നറ്റിക് ടൈപ്പ് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ആയിക്കോളും. സോ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത്. അത് കൂടാതെ ഒരു വാർണിംഗും കൂടിയുണ്ട്. ഡു നോട്ട് യൂസ് ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ ടു ചാർജ് യുവർ സ്മാർട്ട് വാച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ഫോണിൻ്റെ കൂടെ കിട്ടുന്ന 45 വാട്ട് 65 വാട്ടിൻ്റെ അഡാപ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു വാച്ച് ചാർജ് ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ലോങ് ടൈമിന്, അതായത് 1 കൊല്ലം 1.5 കൊല്ലം 2 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാനുള്ള, അല്ലെങ്കിൽ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ ബാറ്ററി ഫെയിൽ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് ബോക്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ. പിന്നെയും കുറച്ച് പേപ്പർ കാര്യങ്ങളല്ലാതെ ഉണ്ട് കേട്ടോ, ഞാനതിവിടെ പറയുന്നില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്ട്രാപ്പ് ഭയങ്കര ഫ്ലെക്സിബിളാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടോ, ഭയങ്കര ഫ്ലെക്സിബിളാണ്. കുറച്ചും കൂടി ഹാർഡ് ആവാമായിരുന്നു എന്ന് തോന്നി. മെറ്റൽ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. ബട്ടൺസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ക്വാളിറ്റി കേട്ടോ, ആ ഒരു നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ബട്ടൺസിനും കൊടുത്തിരിക്കുന്നത്. മെറ്റൽ ഫ്രെയിമാണ്. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു നെഗറ്റീവും പറയാനായിട്ടില്ല. ഇതിൻ്റെ ഈ ഒരു പച്ച കളർ ഫോട്ടോയിൽ കണ്ടപ്പോൾ നല്ല രസമുള്ളൊരു പച്ചയായിരുന്നു. കയ്യിലേക്ക് കിട്ടിയപ്പോൾ ഭയങ്കര ഡിമ്മായിട്ടുള്ള, ഒട്ടും ബ്രൈറ്റർ അല്ലാത്തൊരു പച്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഈ ഒരു വാച്ച് ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുന്നായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ഫിറ്റ് ക്ലൗഡ് പ്രോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മളുടെ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ്, നമ്മളുടെ ഹൈറ്റ്, വെയിറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് പോലുള്ള കാര്യങ്ങളെല്ലാം, പേര്, അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ചെയ്യാം. നമ്മളുടെ ടാർഗറ്റ്, റണ്ണിങ്ങിൻ്റെ ടാർഗറ്റ്, വെള്ളം കുടിക്കാനുള്ള റിമൈൻഡർ, അത്തരത്തിലുള്ള ഒരു സ്മാർട്ട് വാച്ചിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഞാൻ ആ ഒരു ഏരിയയിലോട്ട് അധികം പോകുന്നില്ല. പിന്നെ ഒരു നെഗറ്റീവ് എനിക്കിതിൽ പറയാനായിട്ടുള്ളത്, അത് ഞാൻ ഡിസ്പ്ലേയുടെ ഏരിയയിൽ പറയാം. ഓക്കെ, ഇതിൽ കൊടുത്തിരിക്കുന്നത് 1.43 ഇഞ്ച് വരുന്ന MOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. MOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. സോ എത്ര വെയിലിൻ്റെ അടിയിൽ നിന്നാൽ പോലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് കാണാതിരിക്കുന്ന ഒരു പ്രശ്നം വരുന്നില്ല. നമുക്ക് റീഡ് ചെയ്യാനും കാണാനും ഒക്കെ സാധിക്കുന്നുണ്ട്. സോ നല്ലൊരു ബ്രൈറ്റർ ആയിട്ടുള്ള അടിപൊളി ഡിസ്പ്ലേ ആണ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിൽ വരുന്ന ഒരു നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മളുടെ പേഴ്സണൽ വാൾപേപ്പേഴ്സ് ഇതിൻ്റെ വാച്ച് ഫേസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവർ ഡിഫോൾട്ടായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു വാച്ച് ഫേസുകളുണ്ടല്ലോ, അത് മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ അത് കൊള്ളാം കേട്ടോ. എനിക്ക് ആ ഒരു സംഭവങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു റഗ്ഡ് ലുക്ക് തരുന്ന ഈ ഒരു വാച്ചിന് അവർ തന്നിരിക്കുന്ന ആ ഒരു ഫേസുകൾ നല്ല രീതിക്ക് ആപ്റ്റ് ആവുന്നുണ്ട്. സോ ഇതാണ് ഡിസ്പ്ലേയുടെ സൈഡിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി ഇതൊരു ബ്ലൂടൂത്ത് കോളിംഗ് വാച്ചാണ്. അതായത് നമ്മളുടെ കണക്ട് ചെയ്തിട്ടുള്ള സ്മാർട്ട് ഫോണും ഈ ഒരു വാച്ചും 10 മീറ്ററിന് ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മാർട്ട് ഫോണിൻ്റെ സഹായം ഇല്ലാതെ തന്നെ കോളുകൾ ആൻസർ ചെയ്യാനും അങ്ങോട്ട് വിളിക്കാനും കോൾ റിജക്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. സോ ഇൻബിൽറ്റ് ഡയലർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഫോണില്ലാതെ നമുക്ക് ഒരാളെ വിളിക്കാനും അല്ലെങ്കിൽ സേവ് ചെയ്യാത്ത ഒരു നമ്പർ ഡയൽ ചെയ്ത് വിളിക്കാനും ഈ ഒരു വാച്ച് യൂസ് ചെയ്തുകൊണ്ട് സാധിക്കും. ഇതിൽ കൊടുത്തിരിക്കുന്ന സ്പീക്കറും അത്യാവശ്യം ലൗഡറാണ്, ക്ലിയർ ആണ്.
ഇതിൻ്റെ ഓഡിയോ ക്യാപ്ചറിങ് മൈക്കും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മൈക്കാണ്. നമ്മൾ പറയുന്നത് അങ്ങോട്ടും നല്ല ക്ലിയർ ആയിട്ട് തന്നെ ക്രിസ്പായിട്ട് അങ്ങോട്ട് കേൾക്കുന്നുണ്ട്. ബ്ലൂടൂത്ത് കോളിംഗ് എക്സ്പീരിയൻസിലും നിലവിൽ നെഗറ്റീവുകളൊന്നും പറയാനില്ല. ഇനി ഇതിൻ്റെ ബാറ്ററിയുടെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ 400 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഓൺ ആക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 3 ദിവസം അതിനുള്ളിൽ രണ്ടാമത് റീചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഓഫ് ആണെന്നുണ്ടെങ്കിൽ 6 ദിവസം വരെ ഇതിൻ്റെ ബാറ്ററി ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ എക്സസൈസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേരിയേഷൻ വരും. ഇതിപ്പോൾ നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫ് വരുന്നത്. ഏകദേശം 2 മണിക്കൂർ താഴെ എടുക്കുന്നുണ്ട് 0 to 100 ഫുൾ ചാർജ് ആവാനായിട്ടും. അത് ഏത് അഡാപ്റ്റർ കണക്ട് ചെയ്താലും അത്ര തന്നെ ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. സോ അതുകൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. ഇനി ഇതൊരു സ്മാർട്ട് വാച്ച് ആണ്, അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, ബ്ലഡ് ഓക്സിജൻ ലെവൽ, അതായത് SpO2, സ്ലീപ്പ് ട്രാക്കിങ്, ലേഡീസിനാണെന്നുണ്ടെങ്കിൽ അവരുടെ സൈക്കിൾ ട്രാക്കിങ് കാര്യങ്ങളെല്ലാം അത്തരത്തിലുള്ള സംഭവങ്ങൾ മെഷർ ചെയ്യാനും ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും സെൻസേഴ്സും ഈ ഒരു വാച്ചിൽ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഹാർട്ട് റേറ്റ് മോണിറ്റർ ആണെങ്കിലും SpO2 ഒക്കെ വാല്യൂസ് കാണിക്കുന്നുണ്ട്. സോ ആ ഒരു ഏരിയയിലും കുഴപ്പമില്ല, നന്നായി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആക്ടിവിറ്റി ട്രാക്കിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ളത് ഇതിട്ടുകൊണ്ട് സ്വിം ചെയ്യുകയാണെങ്കിലും നീന്താൻ പോവുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മഴ നനഞ്ഞാലും ആ ഒരു പ്രശ്നം ഈ ഒരു വാച്ചിൽ നിന്ന് ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. ഞാൻ നിലവിൽ നോട്ടീസ് ചെയ്തത് റണ്ണിങ്ങും അതേപോലെ വാക്കിങ്ങും ആണ്. 1 കിലോമീറ്റർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് തന്നെയാണ് കേട്ടോ 1 കിലോമീറ്റർ ആയിട്ട് കാണിക്കുന്നത്. സാധാരണ തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ പല വാച്ചുകളും തരാറുണ്ട്. ഈ ഒരു വാച്ചിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു റോങ് ഇൻഫർമേഷൻ തരുന്നില്ല. അക്യുറേറ്റ് ആയിട്ട് തന്നെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. 1300 രൂപയ്ക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇനി പറയാനായിട്ട്. എന്തായാലും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ നെഗറ്റീവുകൾ പറയാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ വാൾപേപ്പേഴ്സ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് കൊടുത്തിരിക്കുന്നത്. നിലവിൽ ബ്ലൂടൂത്ത് വെർഷൻ 5.4 വരെ എത്തിയിട്ടുണ്ട്. സോ പഴയ ഒരു ബ്ലൂടൂത്ത് വെർഷനാണ് കൊടുത്തിട്ടുള്ളത്, വേണമെങ്കിൽ അങ്ങനെ പറയാം. പിന്നെ ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം 2 മണിക്കൂറോളം എടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് കണക്കാക്കണമെങ്കിൽ കണക്കാക്കാമെന്ന് മാത്രം. സോ 1300 രൂപയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിക്ക് മുതലായിട്ടുള്ള വർത്തായിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചാണ് ഫയർബോൾട്ടിൻ്റെ ക്രൂസൈഡർ എന്ന് പറയുന്ന ഈ ഒരു വാച്ച്. പ്രത്യേകിച്ച് ഇതിൻ്റെ ലുക്ക് കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫയർബോൾട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ നോക്കാം. കാരണം പല വെബ്സൈറ്റിലും പല വിലയാണ്. ഇപ്പോൾ മിന്ത്രയിൽ നോക്കിയപ്പോൾ 1600 രൂപയായിരുന്നു, ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ അവൈലബിൾ ആയിരുന്നില്ല. ഏറ്റവും കുറവ് കണ്ടത് ഫയർബോൾട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. സോ ആ ഒരു ലിങ്ക് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ അധികം മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ അതുകൂടെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.